ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രി പോകുന്നത് ഓറിയൽ മാളിലേക്കാണ്. വലിയൊരു മാളാണ്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കറങ്ങി, പിന്നെ അതിന് പുറത്തേക്ക് ഒരു ചെറിയൊരു തടാകം പോലെയുണ്ട്. അതിൽ 2 ബോട്ടുകളുണ്ട്. അതിൽ കുട്ടികൾ ഇരിക്കുന്നു പറഞ്ഞ് അതിലും ഇരുത്തിച്ചു. പിന്നെ മോർണിംഗ് ഞങ്ങൾ വീണ്ടും റൂമിൽ നിന്നും ഇറങ്ങി. ഇന്ന് ഞങ്ങൾ പോകുന്നത് ബാംഗ്ലൂരിലെ കൊമേഴ്ഷ്യൽ മാർക്കറ്റിലേക്കാണ്. റൂമിൽ നിന്ന് നേരെ നടന്ന് മെട്രോയിലെത്തി. അവിടെ നിന്നും മെട്രോയിൽ കയറിയാണ് ഞങ്ങൾ പോയത്. മെട്രോ സ്റ്റേഷനിൽ കുറേ ചോക്ലേറ്റൊക്കെ കോയിനിട്ടിട്ടെടുക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുട്ടികളെല്ലാം പർച്ചേസ് ചെയ്തു. പിന്നെ ഞങ്ങൾ എത്തിയത് ബാംഗ്ലൂരിലെ ഏറ്റവും ഫേമസ് ആയ അംബേദ്കർ ഭവനിലോട്ടാണ്. ഇതിനെ വിധാന സൗധ എന്നും പറയപ്പെടുന്നു. പിന്നീട് ഞങ്ങൾ കുറേ നടന്നു. ഇവിടെ നല്ല രസമുണ്ടായിരുന്നു. കുറേ ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ടായി, വീഡിയോസ് എടുക്കുന്നു. പിന്നെ അവിടെ ബസ്സിൽ, ഡബിൾ ഡെക്കർ ബസ്സിലും കൂടി ആൾക്കാരിങ്ങനെ അതൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് കുട്ടികൾക്ക് ആൾക്കാർ ബലൂണൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്താണ് കഥയെന്നും എനിക്കറിയില്ല. പിന്നെ നമ്മൾ നടന്ന് നേരെ പോയത് ഒരു ഫുഡ് കോർട്ടിലാണ്. അവിടെ നിന്നും എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നടന്നു. ഈ കാണുന്നതാണ് ചിന്നസ്വാമി സ്റ്റേഡിയം ബാംഗ്ലൂരിലെ. പിന്നെ കുട്ടികളെല്ലാം നടന്ന് മടുത്ത് അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ബാംഗ്ലൂരിലെ കൊമേഴ്ഷ്യൽ മാർക്കറ്റിലേക്കാണ്. എല്ലാത്തിനും വളരെ ചീപ്പ് റേറ്റാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. ചില സാധനങ്ങൾക്കെല്ലാം വളരെ റേറ്റ് കുറവായിരുന്നു. ചില സാധനങ്ങൾക്കൊക്കെ ഇവിടുത്തെ അതേ റേറ്റും ഉണ്ടായിരുന്നു. ബാഗ്, ചപ്പൽസ്, ഡ്രസ്സ് ഒക്കെ പർച്ചേസ് ചെയ്തു. കാണാനും അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഓരോരോ ഭാഗത്തായിട്ടാണ് പോയത്. പിന്നെ ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞ് വീണ്ടും നടന്ന് മെട്രോയിലേക്ക് പോയി. വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. റോഡൊക്കെ ഭയങ്കര നീറ്റായിട്ട് 2 സൈഡും നിറയെ മരങ്ങളൊക്കെ വെച്ച് പിടിച്ചിട്ട് നല്ല തണലും നടക്കാനും നല്ലൊരു രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്തിരുന്ന് കടലയൊക്കെ വാങ്ങി തിന്നു. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ പോയത്. പിന്നെ ഞങ്ങൾ മെട്രോയിൽ പോയി. ഓക്കെ, ബൈ.